വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, കാരണം വീഡിയോക്ക് കുറച്ചധികം അങ്ങ് പഴക്കമുണ്ട്. പഴക്കം എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് നിങ്ങളുടെ അടുത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിയൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു പഴക്കമുണ്ട് ഈ ഒരു വീഡിയോക്ക്. അതായത് ആ ഒരു സാധനം വാങ്ങിക്കാൻ പോയ വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ തുടക്കം തന്നെ നല്ല മഴയിലാണ് തുടങ്ങിയിട്ടുള്ളത്. രാവിലെ തന്നെ മഴ നോക്കി ഇങ്ങനെ കുറേ തരുന്നിരുന്നു. ഇപ്പോൾ മഴയില്ലാത്ത ഏത് ദിവസമല്ലേ ഉള്ളത്. അപ്പോഴാണ് ഓർന്നത് ഇങ്ങനെ നിന്നാൽ മതിയോ, പോവണ്ടേ. അപ്പോൾ തന്നെ അവിടെ പോയി കുളിച്ചു, റെഡിയായി. നിങ്ങൾ ചോദിക്കും ഫുഡൊന്നും കഴിക്കുന്നില്ലേന്ന്. ഫുഡൊക്കെ കഴിച്ചു. ആ സമയത്തൊന്നും എനിക്ക് ആ ഒരു വെളിപാടുണ്ടായിരുന്നില്ല, വീഡിയോ എടുക്കണം വ്ളോഗ് ആക്കണമെന്ന് തോന്നുന്നു. പെട്ടെന്ന് വന്നൊരു തോന്നലിനെടുത്ത വീഡിയോ ആണിത്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഈ ബസ് ഇങ്ങനെ പോകുന്നേ, സൈക്കിളുകാർ പോലും ഇതേ ഓവർടേക്ക് ചെയ്ത് പോകുന്നത്, അങ്ങനെ വിചാരിക്കൂലേ. അതൊന്നുമല്ല, ഈ ഒരു റോഡ് കണ്ടില്ലേ, രണ്ട് സൈഡിലും വണ്ടി അനാവശ്യമായിട്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓവർ സ്പീഡ് എടുക്കാൻ പറ്റില്ല. ഈ എറണാകുളം വണ്ടിക്കാരുടെ ആ ഒരു തനി സ്വഭാവം നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഒരു BOT പാലൊക്കെ അങ്ങ് കഴിയണം. കണ്ടില്ലേ ഒരു സ്പീഡിൽ പോകുന്ന പോക്ക്. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു 9th സ്റ്റാൻഡേർഡ് അതുവരെയൊക്കെയാണ് ബാപ്പ ഈദിന് ഡ്രസ്സ് എടുക്കാൻ എറണാകുളത്ത് പോകുന്നത്. അതിനുശേഷം നമ്മളങ്ങനെ പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ രണ്ട് സൈഡിൽ വെള്ളം, ബോട്ട് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ബസ്സിലിരുന്നിട്ടാണെങ്കിൽ അത്യാവശ്യം പേടിയാവുന്നുണ്ടായിരുന്നു, കാരണം ഓവർ സ്പീഡിൽ ഇങ്ങനെ പോകുമ്പോൾ, അതും ഫ്രണ്ട് സീറ്റിലിരിക്കുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അധികം അങ്ങ് പുറത്തേക്കൊന്നും പോകാത്തതുകൊണ്ട് എടുക്കുന്നിടക്കും പോകുമ്പോൾ ഇല്ലാത്തൊരു സന്തോഷം അത് തോന്നണമല്ലോ. അപ്പോൾ ഇത് ഈ മഹാരാജാസിൻ്റെ ഫ്രണ്ടിൽ കൂടി ഞാൻ നടന്നു പോകുന്നുണ്ട്. ഈ ഒരു കോളേജിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു കാലത്ത് എനിക്ക് ഇവിടെ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട്, പക്ഷേ ചെറിയ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് പോകാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ നമ്മൾ മെല്ലെ 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 നടന്നിട്ട് ബ്രോഡ്വേയിൽ എത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാരുടെ അടുത്ത് പറയേണ്ടതായിട്ട് വരില്ല, കാരണം ചീപ്പ് റേറ്റിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന വലിയൊരു കലവറ തന്നെയാണിത്. അപ്പോൾ അധികം ക്ലിപ്സൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല, കാരണം ചിലവർ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ മോളെ എടുത്തോ, ഇതെടുത്തോ അങ്ങനെയൊക്കെ പറയും. വേറെ ചിലവർ ഞാൻ എന്തോ കവർച്ചക്ക് വന്നതുപോലെയാണ് വീഡിയോ എടുക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരുമാതിരി തുറച്ച കണ്ണോടെയൊക്കെ നോക്കും. ഞാൻ വിചാരിക്കും ഇതെന്താ ഇവർ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതല്ല, അതെല്ലാവരും കാണുന്നുണ്ട്. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ എന്താ ഇതിന് മാത്രം പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ മെല്ലെ മെല്ലെ നടന്നിട്ട് നമ്മുടെ ക്രാഫ്റ്റ് ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യമാണ്, അവർക്കും എന്ത് വീഡിയോ എടുത്താലും ഒരു പ്രശ്നമില്ല, എല്ലാം എടുത്തു അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വന്നിട്ട് ഞാൻ ആകെ മന്നിച്ചൊരവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് വീഡിയോസൊക്കെ എടുത്തത് താത്തയായിരുന്നേ. അതായത് കണ്ടിട്ട് നമുക്ക് കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ക്രാഫ്റ്റ്സിലുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. അതായത് ഞാൻ ആ ഒരു ചേട്ടൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അവിടെ നിൽക്കുന്ന സാധനങ്ങൾ നോക്കി അതോ ഇത് നോക്ക് അങ്ങനെ നിന്നു. പക്ഷേ താത്ത ഷൂട്ട് ചെയ്ത ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഒരുപാട് സാധനങ്ങൾ വേറെ ഉണ്ടായിരുന്നു മനസ്സിലായത്. അതായത് കുന്തൻ സ്റ്റോൺസ്, ചെറിയ ബീഡ്സ്, പിന്നെ നമ്മുടെ മുൻപത്തെ ആ ഒരു ചാനലിൽ ഗിവ് അവേ കൊടുത്തിട്ടുള്ള ആർട്ട് സെറ്റ്, ഡോംസിൻ്റെ കളർ പെൻസിൽ സെറ്റ്, ഇതൊക്കെ മറ്റേ പൈപ്പ് ക്ലീനർ ഇല്ലേ അത് വെച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെയാണ് അതൊക്കെ കാണുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് പോയതല്ല ഇങ്ങോട്ട്, അതായത് എറണാകുളത്തേക്ക് വന്നത് ശരിക്കും ഒരു കാര്യത്തിനാണ്. അത് ഒരു ഹോസ്പിറ്റലിൽ വന്നതാണ്, ജനറൽ ഹോസ്പിറ്റലിൽ. അവിടെ ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം എനി ടൈം ആംബുലൻസ്, കരച്ചിൽ, പിഴിച്ചിൽ, മൊത്തം നമുക്ക് ഭയങ്കര സങ്കടം വരുന്നൊരവസ്ഥയാണ് ആ ഒരു ഹോസ്പിറ്റലിനുള്ളിൽ. അതുകൊണ്ട് അടുത്ത കാര്യങ്ങൾ വീഡിയോ എടുത്ത് വെറുതെ എന്ന് പറയും നിങ്ങളെ കൂടി നെഗറ്റീവ് ആക്കേണ്ട വിചാരിച്ചു. അതായത് നല്ല സന്തോഷത്തിൽ വീഡിയോ കാണാൻ വേണ്ടി ഇരിക്കും, അവിടെയുള്ള ഓരോരോ സംഭവങ്ങൾ കാണുമ്പോൾ ഉള്ളിനുള്ളിൽ നമുക്കൊരു വിഷമം വരില്ലേ. അപ്പോൾ അത് വേണ്ട വിചാരിച്ചത് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെയാണ് താത്ത എന്തായാലും ഈ വ്ളോഗ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയല്ലേ, നമുക്ക് ഇങ്ങോട്ടൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും മുമ്പ് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പർച്ചേസിന് പോകുമ്പോൾ എഴുതി വെച്ചിട്ടാണ് പോലെ എനിക്ക് എന്തൊക്കെ വേണമെന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് എന്തെടുക്കണം എന്തെടുക്കണ്ട എന്നുള്ള ഫുള്ള് കൺഫ്യൂഷനിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആ ചേട്ടാ റെസിൻ്റെ ഒക്കെ എടുത്ത് എനിക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. 600 സംതിങ് എന്തോ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അതൊക്കെ ചെയ്യുമോ എന്നാലും ചാനലിൽ നല്ല റീച്ചൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു പേസാനെ മലയാളിയാണ്, എന്നാലും ഒരു കോമഡിക്ക് വേണ്ടി ഒരു ഹിന്ദിയൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു അടുത്ത ടൈം വരുമ്പോൾ എടുക്കാമെന്ന് പറയുമ്പോൾ പറഞ്ഞു അപ്പോഴത്തേക്ക് ഇതൊക്കെ മറന്നു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ എന്താ ഞാൻ പറഞ്ഞില്ലേ, ഒന്നും പ്ലാൻ ചെയ്ത് വരാത്തതുകൊണ്ട് പൈസയൊന്നും എടുക്കാണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇവിടേക്ക് ഉഴുതുമറിക്കാനായിട്ട് ഞാൻ ഒരു പോക്ക് എന്താണെങ്കിലും പോകും. നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ പെണ്ണുങ്ങളെ കണ്ടൊക്കെ പോകുന്ന എങ്ങോട്ട് ആ ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്ക്. പക്ഷേ ഇവിടെ നിന്നൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, എല്ലാം ഹോൾസെയിൽ ഷോപ്പാണ്. അതായത് ഒറ്റ കളറിൽ 4 സൈസ് എടുക്കണം, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റൂൾസ്. അപ്പോൾ പിന്നെ നോക്കി ഇങ്ങനെ കൊതി വിടാനല്ലേ പറ്റത്തുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഷാർജ അങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കാഴ്ചക്ക് വലിയ ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബോട്ട് കയറാൻ വേണ്ടി പോവാണ്. പോകുന്ന വഴി ഏതാ മറൈൻ ഡ്രൈവ്. ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ 9th സ്റ്റാൻഡേർഡ് അതുവരെയൊക്കെയാണ് ഞാൻ ഈ എറണാകുളത്ത് ഡ്രസ്സ് എടുക്കാനോ അതിനൊക്കെ വന്നിട്ടുള്ളത്. അതും ഡ്രസ്സ് എടുക്കാൻ തിരിച്ചു പോകും, അത്രേ ഉള്ളൂ. അതിൻ്റെ ഇടയിലുള്ള കറക്കവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഏരിയ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഫേമസ് ആയ സ്ഥലമാണല്ലോ, പക്ഷെ കണ്ടിട്ടില്ല. അതും കൊച്ചിയിലാണ് പറയുന്നതെന്നുണ്ടെങ്കിലും ഞാൻ കൊച്ചിയിലത്തെ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളും കണ്ടിട്ടില്ല. അങ്ങനെ യാത്ര എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല.
അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കുറേ കപ്പിൾസൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഒന്നും മുഖം പതിയാത്ത രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരെങ്കിലുമൊക്കെ അപ്പോൾ അതിൻ്റെ വീട്ടിൽ ലൈൻ പിടിച്ചാൽ എന്നും പറയരുതേ. അങ്ങനെ നമ്മൾ നടന്നു വന്നപ്പോൾ അച്ചുകുത്തി മൈലാഞ്ചി ഇടുന്ന ആ ഒരു സംഭവമില്ലേ, അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് മെല്ലെ ബോട്ടിൽ കയറി. ബോട്ടിൻ്റെ അവസ്ഥ പറയാനായിട്ടാണെങ്കിൽ അന്നൊരു ബോട്ട് ദുരന്തം കൊച്ചിയിലുണ്ടായത് ഓർക്കുന്നു. അതിന് ശേഷം ഞാൻ ബോട്ടിൽ കയറിയിട്ടില്ല. ആ ഒരു പേടി കൊണ്ട് തന്നെ കുറേ നാളിട്ട് കയറുന്നുണ്ട് നല്ല തലവേദനയും ഛർദ്ദിക്കാൻ വരലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം വെൽ സെക്യൂർഡാണ്. ബോട്ട് നിറയെ ലൈഫ് ജാക്കറ്റ്, എല്ലാവർക്കും ഇരിക്കാൻ സീറ്റ്, ഡോറ് ഇതൊക്കെ ഉണ്ട്. എന്നാലും എനിക്കെന്തോ ഒരു പേടിയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ മന്നിച്ചിരുന്നിരുന്നിരുന്ന് നമ്മൾ ബോട്ട് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടത്തോടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.